കേരള സ്റ്റോറി സിനിമാ പ്രദർശനത്തിൽ വിവാദങ്ങൾ എത്ര കണ്ടുണ്ടായാലും സഭ ജാഗ്രതയും ബോധവൽക്കരണവും തുടരുമെന്നും സീറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര. സിനിമയിൽ രാഷ്ട്രീയ താൽപര്യമില്ല. അതേസമയം വന്യമൃഗശല്യവും പെൻഷൻ വിതരണവും കാർഷിക പ്രശ്നങ്ങളും അടക്കമുള്ള ജനകീയ വികസന വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നും ഫാദർ ചൂണ്ടിക്കാട്ടി. കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള സ്റ്റോറി എന്ന സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് കേരളമാകെ തന്നെ വലിയ വിവാദങ്ങളും ചർച്ചകളുമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സീറോ മലബാർ സഭയുടെ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര നമ്മളോട് ചേരുന്നത്. എന്താണ് സീറോ മലബാർ സഭയുടെ ഇതിലെ ഒരു കാഴ്ചപ്പാട്, എങ്ങനെ അതിനെ കാണുന്നു എന്നത് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഫാദർ, ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിവാദവും ചർച്ചയൊക്കെയായി മാറിയിരിക്കുകയാണ് കേരള സ്റ്റോറി എന്നൊരു സിനിമയുടെ ഒരു പ്രദർശനം. അത്തരത്തിലൊരു വിവാദത്തിൻ്റെ ഒരു സാഹചര്യമുണ്ടോ കേരളത്തിൽ സത്യത്തിൽ ഇതിന്? സെൻസർ ബോർഡ് പ്രദർശനാനുമതി കൊടുക്കുകയും 2023 അതായത് കഴിഞ്ഞ വർഷം മെയ് മാസം 5-ാം തീയതി മുതൽ ഇന്ത്യയിലെ തിയേറ്ററുകളിലൊന്നാകെ പ്രദർശനം ആരംഭിക്കുകയും അതിനുശേഷം OTT പ്ലാറ്റ്ഫോമിലൂടെ പ്രദർശിപ്പിക്കപ്പെടുകയും മാത്രവുമല്ല കഴിഞ്ഞ മാസം ഈ 4-ാം തീയതി 5-ാം തീയതി അത് ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വിവാദം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് തികച്ചും ദുരൂഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭയ്ക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. സീറോ മലബാർ സഭയിൽപ്പെട്ട ഇടുക്കി രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രം എല്ലാ വർഷവും നമ്മുടെ എല്ലാ രൂപതകളും ചെയ്യാറുള്ളത് പോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമ്മർ കോച്ചിങ് ക്യാമ്പ് നടത്താറുണ്ട്. വിശ്വാസോത്സവം എന്നാണ് ആ കോച്ചിങ് ക്യാമ്പിൻ്റെ പേര്. ഏപ്രിൽ മാസം 2 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിലാണ് ഇടുക്കി രൂപതയിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായുള്ള ഈ കോഴ്സ് നടത്തപ്പെട്ടത്. അതിനുവേണ്ടി ഇടുക്കി രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രം തിരഞ്ഞെടുത്തത് പ്രണയം എന്ന വിഷയമാണ്. അത് ഇടുക്കി മേഖലയിൽ അത്യാവശ്യമുള്ള ഒരു വിഷയമാണ്, ടീനേജേഴ്സായ കുട്ടികളെ പഠിപ്പിക്കേണ്ട വിഷയമാണ് എന്ന് അവിടുത്തെ മതാധ്യാപകർക്ക് തോന്നിയത് കൊണ്ടാണ് അപ്രകാരം ഒരു വിഷയം അവർ ഇതിൻ്റെ പഠന വിഷയമാക്കി മാറ്റിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പഠന വിഷയമായ പ്രണയം എന്ന ബുക്ക്ലെറ്റിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നൽകപ്പെട്ട ഒരു കാര്യമാണ് പ്രണയം എന്ന പ്രമേയം അവതരിപ്പിക്കുന്ന ദ കേരള സ്റ്റോറി എന്ന സിനിമ കാണാനും അത് കണ്ടതിനു ശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് വ്യക്തിപരമായി പ്രണയം എന്ന കാഴ്ചപ്പാടിനെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് ഒരു റിവ്യൂ കൊടുക്കാനും വേണ്ടി ആവശ്യപ്പെട്ടതാണ്. അത് 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ടീനേജ് കഴിഞ്ഞ് യൗവന പ്രായത്തിലേക്ക് എത്തുന്ന പ്രണയത്തെക്കുറിച്ചൊക്കെ കൃത്യമായി കാഴ്ചപ്പാടുണ്ടാകേണ്ട ഒരു പ്രായത്തിൽപ്പെട്ട കുട്ടികളെയാണ് ഇപ്രകാരം ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. തീർച്ചയായും ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു, ഇത് ടീനേജ് കുട്ടികൾ വഴിതെറ്റിയ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടു പോകരുത് എന്നുള്ള സഭയുടെ ജാഗ്രതയുടെ ഭാഗമായിട്ട് കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുമാത്രവുമല്ല, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 23-ാം അനുച്ഛേദം കൃത്യമായി തന്നെ പറയുന്ന ഒരു കാര്യം ഇതാണ്: പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചനകളിലേക്ക് നയിക്കപ്പെടുന്നതിൽ നിന്നും എല്ലാവരെയും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്, ബോധവൽക്കരിക്കേണ്ടത്, അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വമാണ്. അതിന് സഭ എന്ന നിലയിൽ നമ്മുടെ പള്ളിയിൽ വരുന്ന, നമ്മുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കൃത്യമായി ഇപ്രകാരമുള്ള ബോധനങ്ങൾ നൽകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ പ്രണയം എന്ന വിഷയം എടുക്കാനുള്ള കാരണവുമായി പറയപ്പെടുന്നത് അവിടെ ഏതാനും ചില പ്രണയക്കണികളെക്കുറിച്ചും പ്രണയ ചതികളെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായി. അത് കുടുംബങ്ങളിൽ വലിയ കണ്ണുനീരായി മാറിയിട്ടുണ്ട്. ഏതാനും ചില പെൺകുട്ടികളെയെങ്കിലും അപ്രകാരം മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യാൻ ഇടയായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് സ്നേഹത്തെക്കുറിച്ചും അത് നല്ല സ്നേഹം എന്താണ്, മോശം സ്നേഹം എന്താണ്, അതുപോലെ വഴിതെറ്റിയ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ട് ചതിക്കുഴിയിൽ പെട്ടുപോകുന്നതിനെതിരായിട്ട് എല്ലാവരും ജാഗ്രത പുലർത്തണം എന്ന ഉദ്ദേശത്തോടുകൂടെ ഇപ്രകാരം ഒരു സിനിമ പ്രദർശിപ്പിച്ചതും. അത് പിന്നീട് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഏപ്രിൽ മാസം 4-ാം തീയതിയാണ് ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ 6 ദിവസങ്ങൾ കഴിഞ്ഞു. മിനിഞ്ഞാന്ന് 8-ാം തീയതിയാണ് ഇതൊരു വിവാദമായി മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. മിനിഞ്ഞാന്ന് മുതൽ ഇന്നലെയും
ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് സഭയുടെ നിലപാട് വ്യക്തമായി തന്നെയും പറഞ്ഞിട്ടുണ്ട്. ഇത് യാതൊരു തരത്തിലുള്ള വർഗീയമായ മതപരമായ ചേരിതിരിവുകൾക്കോ മതസ്പർദ്ധ വളർത്തുന്നതിനോ വേണ്ടിയിട്ടുള്ളതല്ല. രാഷ്ട്രീയമായ എന്തെങ്കിലും ലാഭം വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് കാണിച്ച ഒരു സിനിമയുമല്ല. അത് കേവലം ഒരു കോയിൻസിഡൻസ് മാത്രമാണ്. സമ്മർ കാലത്ത് കുട്ടികൾക്ക് സമ്മർ കോച്ചിങ് കൊടുക്കുന്ന സമയത്ത് ഇത്തവണ ഇലക്ഷൻ വന്നു എന്നുള്ളത് കോയിൻസിഡൻസ് മാത്രമാണ്. അതുകൊണ്ട് ഈ സിനിമ കാണിച്ചു എന്നുള്ളത് തികച്ചും ആകസ്മികമായി സംഭവിച്ചൊരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് ഇതിന് പിന്നിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇല്ല എന്ന് തന്നെയും കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് സീറോ മലബാർ സഭയ്ക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പം നമുക്ക് സഭയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ താല്പര്യം ഇല്ലെങ്കിൽ പോലും ഇന്നലെ നമ്മുടെ ജാഗ്രതാ കമ്മീഷൻ തന്നെ വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞത് ആരും അസ്വസ്ഥതപ്പെടണ്ട. എന്നാൽ ചിലർ അസ്വസ്ഥതപ്പെടുന്നു, ഇല്ലെങ്കിൽ ചിലർ ആ അസ്വസ്ഥതയുടെ പേരിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു. അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ താല്പര്യം ആർക്കൊക്കെയോ ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ? സാമൂഹികമായ തിന്മകൾക്കെതിരെ സഭ എന്നും പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ടീനേജ് കുട്ടികളാകട്ടെ, യൗവനസ്ഥരാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരെയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമാണ്. ഇതിന് പിന്നിൽ ആർക്കെങ്കിലും നിക്ഷിപ്തമായ താല്പര്യങ്ങളുണ്ടോ, ഇത് വിവാദമായി നിലനിർത്താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ മറ്റാർക്കെങ്കിലുമൊക്കെയോ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അവരുടെ വിഷയമാണ്. സഭയ്ക്ക് അതിനെക്കുറിച്ച് യാതൊരു താല്പര്യങ്ങളുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇപ്രകാരം ഉയർന്നു വന്ന ഈ വിവാദം അവസാനിപ്പിക്കണം. അതുകൊണ്ട് തന്നെയും ഇത് കേവലം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മാത്രം കുട്ടികളെ കാണിച്ചതാണെന്നും മതസ്പർദ്ധ എന്നുള്ള യാതൊരു ഉദ്ദേശവും ഇതിന്റെ പിന്നിൽ ഇല്ല എന്നും ഇടുക്കി രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രം ഇതിനുവേണ്ടി തയ്യാറാക്കിയ പ്രണയം എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റ് ആണ് അവരവിടെ പഠിപ്പിച്ചത്. ആ ബുക്ക്ലെറ്റിന്റെ 24-ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നുണ്ട്, സാധാരണക്കാരായ ഇസ്ലാം മതവിശ്വാസികൾക്ക് സംഘടിതമായി ഇപ്രകാരം ഒരു ഉദ്ദേശമുണ്ട് എന്ന് നമ്മൾ കരുതുന്നില്ല. എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ്, എന്നാൽ തീവ്രവാദ സ്വഭാവമുള്ള ആരെങ്കിലുമൊക്കെ ഇപ്രകാരം ചെയ്യുന്നത് കൊണ്ടാകാം ഇപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിൽ നിന്ന് തന്നെയും വ്യക്തമാണ്, ഇത് സംഘടിതമായി ഒരു മതവിഭാഗത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ അവരെല്ലാവരും തീവ്രവാദികളാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല കേട്ടോ. അങ്ങനെയൊന്നും ആരും ചിന്തിച്ചേക്കരുത്. അതിൽ നിന്ന് മറിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന തീവ്രവാദ സംഘടനയായ ISIS എന്ന് വിളിക്കപ്പെടുന്ന സംഘടനയിലേക്ക് ആരെയൊക്കെയോ റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്നുള്ളതും അപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അത് എത്രയാണ് നമ്പർ, എത്ര പെൺകുട്ടികൾ അതിന് ഇരയാക്കപ്പെട്ടു എന്നുള്ളതൊക്കെ നമ്മൾ നമ്പർ കണക്കുകൾ എടുക്കാൻ പോകുന്നത് വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിനേക്കാൾ ഉപരി ഇത് ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിൻ്റെയോ ഒരു പൊതു സമൂഹത്തിൻ്റെയോ മുഴുവൻ വേദനയായി മാറുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതാണ് സഭയും ചെയ്തിരിക്കുന്നതെന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് എത്രത്തോളം വിവാദങ്ങളൊക്കെ ആയാലും നമ്മൾ ഈ ജാഗ്രതയും അതോടെ തന്നെ ബോധവൽക്കരണവും തുടരുക തന്നെ ചെയ്യില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ബോധവൽക്കരണത്തിൽ സഭ ഒരു കാലത്തും പിന്നോട്ട് പോവില്ല. കാരണം ഇപ്രകാരമുള്ള സാമൂഹികമായ തിന്മകൾക്കെതിരായി എന്നും സഭ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. അത് എല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ ഈ കാര്യത്തിലും ജാഗ്രതയോടുകൂടെ തന്നെ സഭ മുൻപോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റ് ജനാധിപത്യപരമായും അതുപോലെ തന്നെ ജനങ്ങളുടെ പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ആരൊക്കെയോ ഇപ്രകാരമുള്ള വൈകാരികമായ പ്രശ്നങ്ങളെ വിവാദമാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനൊന്നും സ്കോപ്പില്ലാത്ത ഒരു കാര്യമാണ്. ജനശ്രദ്ധ കൃത്യമായും പോകേണ്ടത് ലോക്സഭാ ഇലക്ഷനിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കാണ്. അത് പ്രധാനമായിട്ടും നമുക്കറിയാം, മലയോര മേഖലകളിലും വനാതിർത്തി പ്രദേശങ്ങളിലൊക്കെ വന്യമൃഗശല്യം ധാരാളമായി ഉണ്ടാകുന്നു. എത്രയോ ആൾക്കാരാ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കാർഷിക മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. കാർഷിക നാണ്യവിളകൾക്ക് കൃത്യമായ താങ്ങുവില പ്രഖ്യാപിക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയം അനിയന്ത്രിതമായതുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകൾ പ്രശ്നകലുഷിതമാകുന്നുണ്ട്. മാത്രവുമല്ല, നമ്മുടെ യുവാക്കന്മാർ പഠനമൊക്കെ അവസാനിപ്പിച്ച് മെറിറ്റ് അടിസ്ഥാനത്തിൽ ജോലി കിട്ടുന്നില്ല. ക്വാളിഫൈഡ് ആണെങ്കിലും PSC പോലുള്ള സംവിധാനങ്ങളിൽ കെടുകാര്യസ്ഥതയുണ്ടെന്നും പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാരണത്താൽ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും കൂട്ടമായി കുടിയേറിപ്പോകുന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ മാത്രം ലക്ഷ്യം വെച്ച് അതിൽ മാത്രം ആധാരപ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ടവരായ മനുഷ്യർ ധാരാളം പേരുണ്ട്. അവരുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ റേഷൻ മസ്റ്ററിങ്ങിന്
ഒക്കെ പേര് പറഞ്ഞ് പലപ്പോഴും റേഷൻ ലഭിക്കുന്നത് മുടങ്ങിപ്പോകുന്ന സിറ്റുവേഷനുണ്ട്. ഇപ്രകാരം ജനശ്രദ്ധ ആകർഷിക്കപ്പെടേണ്ട വിലക്കയറ്റം പോലെയുള്ള ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ഇപ്രകാരമുള്ള പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈകാരിക പ്രശ്നമാക്കി നിലനിർത്തി വിവാദമാക്കി കൊണ്ടുപോവുക എന്നുള്ളത് എന്തായാലും സഭയുടെ ഉദ്ദേശമല്ല. സഭയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാദം അവസാനിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. എന്തു തന്നെയായാലും ഇപ്പോൾ കേരള സ്റ്റോറി എന്ന ഒരു ചലച്ചിത്രത്തിന്റെ പ്രദർശനം അത് ഒരു മതത്തിനും എതിരായ ഒരു നീക്കമല്ല, മറിച്ച് ഒറ്റപ്പെട്ടതെങ്കിലും ഉണ്ടാവുന്ന ചില സംഭവങ്ങൾ, അത് ചില കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുന്നതാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത, ഒരു ബോധവൽക്കരണം മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. മറ്റു രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാതെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം. ഇത്തരം വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ് സീറോ മലബാർ സഭയ്ക്ക് പറയാനുള്ളത്. അതിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഫാദർ നമ്മളോട് പങ്കുവെച്ചത്.